നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചെറിയ പുള്ളിയൊന്നുമല്ല. കഴിഞ്ഞ 5 വർഷം കൊണ്ട് അമിത്ഷായുടെ സ്വത്ത് ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചത്. ഇരട്ടിയിലധികം കാശുണ്ടാക്കുന്നുണ്ട് നന്നായിട്ട്. അല്ലെ സ്വത്ത് ഇരട്ടിയിലധികം വർദ്ധിക്കില്ലല്ലോ. അദ്ദേഹം ഇത്തവണ ഗുജറാത്തിൽ ഗാന്ധിനഗറിൽ പണ്ട് LK അദ്വാനിയുടെ മണ്ഡലമായിരുന്ന, അങ്ങനെ സ്ഥിരം അദ്വാനി ജയിച്ചിരുന്ന ഗാന്ധിനഗറിലാണ് ഇക്കുറിയും അമിത്ഷാ മത്സരിക്കുന്നത്. അവിടെ കൊടുത്ത സത്യവാങ്മൂലത്തിൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ സ്വത്ത് വിവരം കൊടുക്കണമല്ലോ, കുടുംബത്തിൻ്റെ, തൻ്റെയും ഭാര്യയുടെയും മക്കളുടെയൊക്കെ. അങ്ങനെ കൊടുത്ത കൂട്ടത്തിലാണ് ഈ സംഭവങ്ങൾ പുറത്തു വന്നത്. അല്ലാതെ വേറെ ആരും പറയുന്ന ആരോപണങ്ങളും വെറും കണക്കുകളും കള്ളക്കണക്കുകളും ഒന്നുമല്ല. അപ്പം അതുപ്രകാരം അമിത്ഷായ്ക്ക്, ഭാര്യയ്ക്ക് ഒക്കെ സ്വത്തുകൾ ഇരട്ടിയിലധികമായിരിക്കുന്നു 5 വർഷം കൊണ്ട്. മാത്രമല്ല അമിത്ഷാ MRFൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിക്ഷേപകനാണ്. മനോരമ കുടുംബത്തിൻ്റെ ടയർ കമ്പനിയായ MRFൽ അമിത്ഷായ്ക്ക് ഈ വിവരം പ്രകാരം 1.29 കോടിയുടെ നിക്ഷേപമുണ്ട്. അപ്പൊ 5 വർഷം കൊണ്ട് സ്വത്ത് ഇരട്ടിയിലേറെയായി എന്ന് പറയുന്ന കണക്കുകളിൽ പെടുന്നതാണിത്. മാത്രമല്ല MRF നേരത്തെ വാർത്തകളൊന്നുമല്ലോ, ഇലക്ട്രൽ ബോണ്ട് കേരളത്തിൽ നിന്ന് വാങ്ങിയത് 2 കമ്പനികളാണ്. ഒന്ന് MRF, നമ്മുടെ 2020 കിറ്റക്സ് സാബുവൻ ജേക്കബ്. ഈ 2 പേരാണ് ഇലക്ട്രൽ ബോണ്ട് കേരളത്തിൽ നിന്ന് വാങ്ങിയ വ്യവസായികൾ. അപ്പം മനോരമ കുടുംബത്തിന്റെ MRF വാങ്ങിയത് 15 ലക്ഷം രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് BJPക്ക് വേണ്ടി. BJPക്കാണ് പൈസ പോയത്. അതേസമയം അമിത്ഷായ്ക്ക്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് MRFൽ 1.29 കോടിയുടെ നിക്ഷേപമുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുക. ഇത് കൂടാതെ റബ്ബർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായിട്ട് അന്യായമായിട്ട് കൂട്ടിയതിന്, ടയർ ഉൾപ്പെടെ കൂട്ടിയതിന് MRF ഉൾപ്പെടെ ഇന്ത്യയിലെ ടയർ കമ്പനികൾക്ക് കേന്ദ്ര കോമ്പറ്റീഷൻ കമ്മീഷൻ പിഴയിട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ പിഴയിട്ടിട്ടുണ്ട്. ആ പിഴയിൽ 622 കോടി രൂപ പിഴയാണ് MRFനുള്ളത്. MRF അടയ്ക്കണം ഈ പൈസ. ഇതുവരെ അതിനകത്ത് മറ്റ് നടപടികൾ ഉണ്ടായിട്ടില്ല. ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗവൺമെന്റ് സ്ഥാപനം ഇട്ട പിഴ ഈടാക്കാൻ കേന്ദ്ര സർക്കാർ ഒരു തിടുക്കവും കാണിക്കുന്നില്ല. 622 കോടി രൂപ ചെറിയ സംഖ്യയാണ്. അപ്പൊ എന്താ നടപടികളില്ലാത്തത്? MRF ഇലക്ട്രൽ ബോണ്ട് എടുത്തിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് MRFൽ ഷെയറുണ്ട്, നിക്ഷേപമുണ്ട്. 1.29 കോടി നിക്ഷേപമുണ്ട്. പിന്നെ MRF നടപടി എടുക്കാൻ പറ്റുമോ? കാര്യങ്ങൾ നമ്മൾ കൂട്ടി വായിക്കുക. ഓരോന്നും ഓരോ ഘട്ടത്തിലാണ് പുറത്തു വരുന്നത്. പിന്നെ അതുകൂടാതെ ഭാര്യയ്ക്ക്, അമിത്ഷായ്ക്കും ഭാര്യയ്ക്കുമായിട്ട് 242 കമ്പനികളിൽ ആയിട്ട്, 242 കമ്പനികളിലായിട്ട് MRF ഉൾപ്പെടെ 37.4 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. 37.4 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. ഇതിൽ 10 കമ്പനികൾ, MRF ഉൾപ്പെടെ 10 കമ്പനികളിൽ നിക്ഷേപം 1 കോടി രൂപയ്ക്ക് മുകളിലാണ്. മനസ്സിലായില്ലേ? കൃത്യമായ കണക്കുകളാണിത്. ഇനി ഭാര്യയുടെ സ്വത്തും ഇരട്ടിയായെന്ന് പറഞ്ഞല്ലോ. 30 കോടി രൂപ ആസ്തി ഉണ്ടായിരുന്ന അമിത്ഷായുടെ ഭാര്യയ്ക്ക് 5 കൊല്ലം ഇപ്പൊ പിന്നിട്ടപ്പോ 65.7 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ഇരട്ടിയിലധികമായി ആസ്തി. പിന്നെ മകൻ ജയ്ഷായുടെ കാര്യം പറയണ്ടല്ലോ. ജയ്ഷാ ഇപ്പൊ BCCIയുടെ സെക്രട്ടറി. അതായത് ഇന്ത്യയിലെ ക്രിക്കറ്റ് രംഗം ഭരിക്കുന്ന BCCIയുടെ സെക്രട്ടറിയാണ് ജയ്ഷാ. ജയ്ഷായുടെ ബിസിനസിന്റെ വളർച്ച ഈ കഴിഞ്ഞ BJP ഭരണത്തിൽ കഴിഞ്ഞ 10 കൊല്ലം, 2014 കൊല്ലം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 1000 മടങ്ങ് വർധനയാണ് ജയ്ഷായുടെ ബിസിനസ്സിലെ നിക്ഷേപത്തിനുണ്ടായത്. ഇതൊക്കെ എവിടുന്ന് വന്നു? ഇതിനെതിരെയൊന്നും ED അനങ്ങൂല കേട്ടോ. ഇതൊന്നും ED അന്വേഷിക്കില്ല. പരാതി കൊടുത്താലും അന്വേഷിക്കില്ല. പരാതി കൊടുത്തവൻ വിവരം അറിയും. ഈ സ്വത്ത് എങ്ങനെ വർദ്ധിച്ചു എന്നുള്ളത്, ഇതിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്, ഇതിൽ വഴിവിട്ട് സമ്പാദിച്ചിട്ടുണ്ടോ എന്നുള്ളത്
CBIക്കോ EDക്കോ ഒക്കെ അന്വേഷിക്കാമല്ലോ. അതിനുള്ള വകുപ്പ് ഇവിടെ നിയമം ഉണ്ടല്ലോ. പക്ഷെ എന്ത് പ്രതിപക്ഷ നേതാക്കളുടെ മാത്രം അന്വേഷിക്കുന്നു? കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ. അപ്പൊ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഇതൊക്കെ വെളിപ്പെടുത്തേണ്ടി വരും. അല്ലെങ്കിൽ ഇതിനകത്ത് കള്ളത്തിന് പറഞ്ഞാൽ ഇപ്പൊ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ചെന്ന് വെട്ടുപോയതുപോലെ കുടുക്കിൽപ്പെടുമെന്ന് അമിത്ഷായ്ക്ക് അറിയാം. അതുകൊണ്ടാണ് സ്വത്തുക്കൾ വെളിപ്പെടുത്തിയത്. പിന്നെ ഇവർക്ക് അമിത്ഷായ്ക്ക് ഷെയറുള്ള കമ്പനികൾ ചെറിയ പുള്ളികളല്ല. MRF ഒരു ഇന്ത്യൻ കമ്പനി, മനോരമ കുടുംബത്തിന് കമ്പനി. ഇന്റർനാഷണൽ അന്താരാഷ്ട്ര കോർപ്പറേറ്റുകളിൽ വരെ ഷെയർ ഉണ്ട്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് കമ്പനികളിൽ വൻകിട കമ്പനികൾ. ഹിന്ദുസ്ഥാൻ യൂണിലിവർ സോപ്പ്, ചീപ്പ്, കണ്ണാടി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ആകെ എല്ലാം ഉണ്ടാക്കി എല്ലാം നമ്മുടെ വീടുകളിലും എല്ലായിടത്തും ഇങ്ങനെ ഫ്ലഡ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ. അതിനകത്ത് അമിത്ഷായ്ക്ക് 1.35 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. നമ്മുടെ ആഭ്യന്തരമന്ത്രി ചെറുപുള്ളിയൊന്നുമല്ല കേട്ടോ. കോൾഗേറ്റ് പാമോലീവ്, രാവിലെ നമ്മൾ പല്ലേക്ക് ഇങ്ങനെ വരയ്ക്കുന്ന കോൾഗേറ്റ് ഉണ്ടല്ലോ, ഇന്റർനാഷണൽ കമ്പനിയാണ്. അതിൻ്റെ അകത്ത് അമിത്ഷായ്ക്ക് 1.07 കോടിയുടെ നിക്ഷേപമുണ്ട്. പിന്നെ പ്രൊക്ടർ ആൻഡ് ഗാമ്പിൾ ഫുഡ് പ്രൊഡക്ട്സ് മറിച്ചെല്ലാം മാർക്കറ്റ് ചെയ്യുന്ന രാജ്യാന്തര കമ്പനിയാണ്. അതിനകത്തും 1 കോടിയോളം 0.95 crore നിക്ഷേപമുണ്ട്. പിന്നെ ഭാര്യയ്ക്ക് മോശമല്ല, ഭാര്യയ്ക്ക് സൺ ഫാർമസ്യൂട്ടിക്കൽസ്, പ്രമുഖ മരുന്ന് കമ്പനികളിൽ, അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ. പിന്നെ ഭൂമി, സ്വർണം, മറ്റ് രക്തം, വജ്രം, ഇതൊന്നും ഇതിനകത്ത് പെടുന്നില്ല. അത് കൂടാതെ കണക്ക് പറഞ്ഞു. അതിൻ്റെ കൂടെ കണക്ക് കൂട്ടുമ്പം അതാണ് പറഞ്ഞ സ്വത്തുക്കൾ മൊത്തം ഇത്രയും ഇരട്ടി വർദ്ധിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇതിനോട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോ BJPയുടെ ദേശീയ നേതാവും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇത്രയും വലിയ മഹാകോടീശ്വരനാണ് എന്നുള്ളത് ഇപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ ഒരു അന്വേഷണവും ഒരിക്കലും ഉണ്ടാകില്ല. എങ്ങനെ ഇനിയും വീണ്ടും BJP അധികാരത്തിൽ വന്നാൽ ഇതൊന്നും EDയും CBIയും ഒന്നും അന്വേഷിക്കില്ല, കസ്റ്റംസ് ഒന്നും അന്വേഷിക്കില്ല. മറ്റുള്ളവരെ പിടിച്ചകത്തിടും, നിങ്ങളും ഞാനും ഉൾപ്പെടെ. വരാൻ പോകുന്ന ദുരന്തം ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാതാവുകയാണ്. ഇത് അവസാനത്തെ ബസ്സാണ്. ഇപ്പൊ നടക്കുന്ന ഇലക്ഷൻ അവസാനത്തെ ബസ്സാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസാനത്തെ ബസ്സാണ് ഇപ്പോൾ ഈ ഓടുന്നത്. അതിൽ കയറി സീറ്റ് പിടിച്ചാൽ കൊള്ളാം, അല്ലെ തൂങ്ങി നിന്നു പോകാനെങ്കിലും ശ്രമിക്കുക. മറിഞ്ഞ് വീഴാതെ നിൽക്കാൻ നോക്കുക. കൈകാണിച്ച് കയറുമ്പോൾ ടയറിന് അടിപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. ദിസ് ഈസ് ദ ലാസ്റ്റ് ബസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി.